സ്പോട്ട് ലൈവ് തുടരുന്നു. കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിയോടും ആദായ നികുതി വകുപ്പിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സംസ്ഥാന പോലീസ് മേധാവിയോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. കൊടകര കവർച്ചാ കേസിലെ 50-ാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമിയും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസമാണ് കൊടകര കുഴൽപ്പണ കേസിൽ ഒരു പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണോ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ? ഇതിനിടയിൽ തന്നെ ഈ 3 തവണയാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇഡിക്കും അതോടൊപ്പം തന്നെ ഇഡിക്കും ഒപ്പം ആദായ നികുതി വകുപ്പിനും നൽകിയിട്ടുള്ളത്. ഈ 3 റിപ്പോർട്ടിലും പറയുന്നത് ഇവിടെ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. അതായത് ഇതൊരു ഹവാല ഇടപാട് തന്നെയാണ്. ചില BJP നേതാക്കൾ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഇഡിക്കും ആദായ നികുതി വകുപ്പിനും ക്രൈംബ്രാഞ്ച് ഇതിനോടകം തന്നെ നൽകിയ 3 റിപ്പോർട്ടിലും പറയുന്നത്. ഇതിനിടയിൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു ഹർജിയുമായി എത്തിയത് സലിം മടവൂർ ആയിരുന്നു. അന്ന് സലിം മടവൂറിന്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ ED കോടതിയോട് അറിയിച്ചത് ഇത് അന്വേഷണ പരിധിയിലാണ്. ED വിശദമായി തന്നെ ഈ ഒരു പരാതി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അത് 2021-ലായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു അന്വേഷണം ഉണ്ടാകാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിലൊരു അന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ തുടർ നടപടികളോ ഒന്നും തന്നെ ഉണ്ടാകാത്തതെന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് 50-ാം സാക്ഷിയായിട്ടുള്ള സന്തോഷ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജി ഇന്ന് പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതി ഇഡിയോടും ആദായ നികുതി വകുപ്പിനോടും ഇതിന്റെ ഒരു അന്വേഷണ പുരോഗതി അത് ഏത് വിധത്തിലാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 ആഴ്ചയ്ക്കകം തന്നെ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്ന് കൂടി കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അടുത്തിടയ്ക്കാട്ടോ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സന്തോഷിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വീണ്ടും ഈ ഒരു കുഴൽപ്പണ വിവാദം ഏറെ ചർച്ചയാവുകയും K. സുരേന്ദ്രനെതിരെ വലിയ രീതിയിൽ പ്രതിപക്ഷവും LDF-ഉം സർക്കാരും ഒക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും കുഴൽപ്പണം കോടതി പരിഗണിച്ചപ്പോൾ വീണ്ടും ഇതിന്റെ ഒരു അന്വേഷണ പുരോഗതി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊടകര കള്ളപ്പണ ഇടപാട് കേസിലാണ് ഇഡിയോടും ആദായ നികുതി വകുപ്പിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ADN നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണ് മലയാലപ്പുഴയിലെ വീട്ടിലെത്തി രേഖപ്പെടുത്തുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് SHO ശ്രീജിത്ത് കൊടേരി, CPOമാരായ ഷൈജു എന്നിവരടങ്ങിയ സംഘമാണ് ADMന്റെ മലയാലപ്പുഴയിലെ വീട്ടിലെത്തിയത്. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ ഒരു സംഭവം നടന്ന് ഈ ADMന്റെ മരണം നടന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മലയാലപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകളായി മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അല്പസമയം മുമ്പാണ് കണ്ണൂരിനെത്തിയ അന്വേഷണ സംഘം ഇപ്പോൾ മടങ്ങിയത്. 2.5 മണിക്കൂറോളം നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെലവഴിച്ചതിന് ശേഷമാണ് അന്വേഷണ സംഘം മടങ്ങിയത്. വിശദമായ മൊഴി എടുക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂരിലെ SHO ശ്രീജിത്ത് കൊടേരി ഒപ്പം 2 CPOമാരും രാവിലെ വീട്ടിലെത്തിയത്. കുടുംബാംഗങ്ങളിൽ നിന്നും, അതായത് പ്രധാനമായും മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഒപ്പം സഹോദരൻ പ്രവീൺ ബാബു എന്നിവരിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തിയത്. നേരത്തെ മൊഴി എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. അന്വേഷണം ശരിയായ രീതിയിലുള്ള ദുരൂഹത ഈ കാര്യത്തിലുണ്ട്, അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട 3 പേര് രാവിലെ വീട്ടിലെത്തിക്കും. ഏകദേശം 2.5 മണിക്കൂറോളം വീട്ടിൽ ചെലവഴിച്ച് വിശദമായ മൊഴി 2 പേരിൽ നിന്നാണ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോഴാണ് അന്വേഷണ സംഘം മടങ്ങിയത്. അവർ പ്രധാനമായും നേരത്തെ നൽകിയ മൊഴിയുമായി ഉറച്ചു നിൽക്കുന്നതെന്നാണ് ഈ വീട്ടുകാർ, നവീൻ ബാബുവിന്റെ സഹോദരനും ഒപ്പം ഭാര്യ മഞ്ജുഷയും വ്യക്തമാക്കുന്നത്.
കളക്ടർക്കെതിരെയും അതുപോലെ തന്നെ ദിവ്യക്കെതിരെയുള്ള മൊഴി അത് നേരത്തെ പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് അതേപോലെ തന്നെ സമാനമായ രീതിയിൽ ഉറച്ചു നിൽക്കുന്നു. വിശദമായ അന്വേഷണം വേണം. അത്തരത്തിൽ അന്വേഷണം ഇല്ലാത്തതിന്റെ സാഹചര്യത്തിലാണ് നേരത്തെ ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത് എന്നുള്ള ഒരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം എത്തിയത്. എന്തായാലും ആ കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യത വരുത്തുക എന്നാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘം ഉദ്ദേശിച്ചത്. അതനുസരിച്ചുള്ള മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബം നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ അത് പറയുന്നതിന് അത്തരം കാര്യങ്ങൾ പറയുന്നതിന് പരമാവധി ഒരു നിയന്ത്രണമുണ്ട്. കാരണം കോടതിയിലെ കേസിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ വിശദമായി പറയാൻ കഴിയില്ലെങ്കിലും നേരത്തെ സൂചിപ്പിച്ച കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് കളക്ടർക്കെതിരെയുള്ള ആരോപണങ്ങൾ, അത് പ്രധാനമായും നവീൻ ബാബുവും കളക്ടറുമായി ഉള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബം വീണ്ടും ആവർത്തിച്ചു. അതുപോലെ തന്നെ കുറ്റസമ്മതം നവീൻ ബാബു നടത്തി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അന്വേഷണം ചോദിച്ചു. ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു മറുപടി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പ്രശാന്തിനെതിരെ മൊഴി പോലീസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. അക്കാര്യത്തിലും കുടുംബം കൃത്യമായ ഒരു വിശദീകരണം നൽകിയെന്നാണ് പറയുന്നത്. പക്ഷെ അക്കാര്യം എന്താണെന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം അതിന് പറയുന്നതിന് പരിമിതിയുണ്ട്. കേസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ പറയുന്നതിന് പരിമിതിയുണ്ട് എന്ന കാര്യത്തിലാണ് എന്ത് മൊഴിയാണ് നൽകിയത് എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മളോട് പറയാൻ കുടുംബം തയ്യാറായിട്ടില്ല. അത് കേസിന്റെ കാര്യമായതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. പക്ഷേ എന്നാലും നിലവിലുള്ള ചില സൂചനകൾ നൽകി. കാരണം അന്വേഷണത്തിന്റെ വീഴ്ചയുണ്ട്. ഒപ്പം ഈ നേരത്തെ കളക്ടറുമായുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം ഉറച്ചു നിൽക്കുന്നു. ദിവ്യക്കെതിരെയുള്ള കാര്യങ്ങളിലും അത്തരം കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നതായി വീണ്ടും മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവീൺ ബാബുവും ഒപ്പം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് ശരിയായ രീതിയിൽ നടക്കണം കൂടി. ഈ പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിൽ കുടുംബത്തിന് വലിയ അതൃപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ട് എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. നേരത്തെ തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കുടുംബം മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? ഈ പോലീസിന്റെ നിലവിലുള്ള അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കണം, നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കണമെന്നൊരു ആവശ്യം കുടുംബത്തിന് ഇപ്പോഴും ഉണ്ടോ? ടോം അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അവർ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കാരണം നിലവിലുള്ള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് നേരത്തെ തന്നെ പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയപ്പോൾ കുടുംബം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ ഒരു ജുഡീഷ്യൽ, അതായത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. കാരണം അത്തരത്തിൽ തന്നെ പോയെങ്കിൽ ഇനി ഈ അന്വേഷണം കൃത്യമായി നടക്കൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് കുടുംബം ഉള്ളത്. എന്തായാലും നിലവിലുള്ള ചോദ്യങ്ങൾ, അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളിൽ കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് കുടുംബം നമ്മളോട് പറയുന്നത്. പക്ഷേ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യങ്ങൾ മൊഴി നൽകിയത്, ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നതിന് കേസുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നതിനാൽ അത്തരം കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ എന്തായാലും തീർച്ചയായും പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത് അന്വേഷണത്തിലുണ്ടായ വീഴ്ചയാണെന്നുള്ള കാര്യത്തിലാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത്. അത്തരം കാര്യത്തിൽ അന്വേഷണ സംഘം ശശിനാരായണൻ, ഈ വിഷയത്തില് പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതില് അതിനെതിരെ കോടതി നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അത്തരമൊരു നടപടി കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? മേൽക്കോടതിയെ സമീപിച്ചിട്ടുണ്ടോ കുടുംബം? ടോം, അത്തരമൊരു സാഹചര്യത്തിലേക്ക് കുടുംബം നീങ്ങാനാണ് സാധ്യത. കാരണം ഈ നിലവിലെടുത്ത സാഹചര്യത്തിൽ അതാണ് ഇനിയുള്ള മാർഗം. അതുകൊണ്ട് തീർച്ചയായും മേൽക്കോടതിയെ സമീപിക്കുക, അതായത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബം സാധ്യതയുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ നിലവിലുള്ള അന്വേഷണത്തിൽ കുടുംബം തൃപ്തരല്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. കാരണം നവീൻ ബാബുവിന്റെ മരണം നടന്നതിന് ശേഷം വീട്ടിലെത്തി മൊഴിയെടുക്കാനോ കൃത്യമായി കുടുംബത്തിൽ നിന്ന് വിശദമായ രേഖകൾ ഇവരുടെ ഭാഗം കേൾക്കാനോ പോലീസ് തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പി ദിവ്യയ്ക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി ജാമ്യം ലഭിക്കാനുണ്ടായെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നടന്ന ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് മൊഴിയെടുപ്പുമായി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വിശദമായ മൊഴി കുടുംബം രണ്ടുപേരും, അതായത് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും ഭാര്യ മഞ്ജുഷയും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. 2.5 മണിക്കൂറോളമാണ് ഈ വീട്ടിലെത്തി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി എടുത്തത്. അത്തരത്തിൽ വിശദമായ ഒരു മൊഴി നൽകിയെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. പക്ഷെ അത് ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്, അതിൽ എന്തിലൊക്കെ മറുപടി നൽകി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറയുന്നത്. എന്തായാലും നിലവിലുള്ള മൊഴിയിൽ ആദ്യം നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം കളക്ടറുമായി നവീൻ ബാബു ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കളക്ടർ നൽകിയ മൊഴി കുറ്റസമ്മതം നടത്തി എന്നുള്ള കാര്യങ്ങളിലെല്ലാം
അത് കള്ളമാണ് എന്നുള്ള കാര്യം കൂടി മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ള സൂചന കൂടി നമുക്കുണ്ട്. അത്തരത്തിൽ പറയുന്ന രീതിയിൽ നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ശശിനാരായണ, ഈ കേസിനെ, നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിനെ ദുർബലപ്പെടുത്തിയത് കളക്ടറുടെ മൊഴിയായിരുന്നു. തനിക്ക് തെറ്റുപറ്റി എന്ന് ADM നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന് കളക്ടർ പോലീസിന് മുൻപാകെ മൊഴി നൽകിയിരുന്നു. റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ വകുപ്പുകൾ ഈ കേസ് അന്വേഷിച്ചപ്പോഴും സമാനമായ മൊഴിയായിരുന്നു കളക്ടർ നൽകിയത്. കളക്ടറുടെ വീണ്ടും മൊഴി രേഖപ്പെടുത്തണം, ആ മൊഴിയിൽ ഗൂഢാലോചനയുണ്ട്, ദുരൂഹതയുണ്ട് എന്നൊരു ആക്ഷേപം തന്നെയാണോ കുടുംബത്തിനുള്ളത്? ടോം, തീർച്ചയായും അത് തന്നെയാണ്. കളക്ടർക്കെതിരെ ശക്തമായ മൊഴിയാണ് നൽകിയിട്ടുള്ളതെന്നാണ് നമ്മളോട് അവർ അനൗദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കളക്ടർക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്നുള്ള അടിസ്ഥാനരഹിതമാണ്, അത് കള്ളമാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത്തരം കാര്യങ്ങൾ വിശദമായ ഒരു അന്വേഷണം വേണം. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ APP ദിവ്യക്കെതിരെയുമുള്ള അന്വേഷണം, കൃത്യമായ ഒരു അന്വേഷണം വേണം. പെട്രോൾ പമ്പ് അനുവദിക്കുമായി ബന്ധപ്പെട്ട് പ്രശാന്തിന്റെ മൊഴിയും സംഘം രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്ന് ഇവിടെ എത്തിയത്. ആ കാര്യത്തിലും ഒരു മൊഴി കുടുംബം നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വീട്ടുകാരുമായി നവീൻ ബാബു പങ്കുവെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബവുമായി നവീൻ ബാബു പങ്കുവെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘം ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒരു പരിമിതി ഉണ്ട് പറയാൻ എന്നുള്ള രീതിയിലാണ് കുടുംബം നമ്മൾ പറഞ്ഞത്. പക്ഷേ എല്ലാ കാര്യങ്ങളും തൃപ്തമായ രീതി മൊഴിയെടുത്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ട് അതനുസരിച്ചായിരിക്കും കേസ് മുന്നോട്ട് പോകുക. അതിൽ തൃപ്തി അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കുടുംബം എത്തും എന്നുള്ളതാണ്. അത് അഭിഭാഷകനുമായി ആലോചിച്ചായിരിക്കും കുടുംബം തീരുമാനമെടുക്കുക. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങളുടെ ഭാഗം പറയുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും, ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ദുരൂഹതകളും നീക്കുന്നതുമായി ബന്ധപ്പെട്ടും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മൊഴി വിശദമായി നൽകിയിട്ടുണ്ട് എന്നാണ് പ്രവീൺ ബാബുവും ഭാര്യ മഞ്ജുഷയും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരം ഒരു ബൈറ്റ് അവർ തരാൻ തീരുമാനത്തില്ല. കാരണം അത് പറയുന്നതിന് പരിമിതിയുണ്ട്. കേസ് കോടതി നിൽക്കുന്നതുകൊണ്ടാണ് അത്തരം ഒരു മൊഴി തുറന്നു പറയാൻ പരിമിതി ഉണ്ട് എന്ന് പറയുന്നത്. എന്തായാലും നീതി തങ്ങൾക്ക് ലഭിക്കണം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നീതി തങ്ങൾക്ക് ലഭിക്കണം. കേസ് അട്ടിമറിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ചില പ്രവണതകളുണ്ട്. അതിൽ ഈ PP ദിവ്യ അടക്കം രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടാണ് പോലീസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നീതി ലഭിക്കണം എന്നൊരു കാര്യം തന്നെയാണ് മൊഴിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശദമായ വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള കൂടി കുടുംബം അന്വേഷണ സംഘത്തിനോട് ആവശ്യപ്പെട്ടു. അത് അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള മാർഗം. അത് അത്തരത്തിൽ നീങ്ങാനാണ് സാധ്യത. അത് അഭിഭാഷകനുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യമായി മുന്നോട്ട് പോവുക. എന്തായാലും മൊഴിയെടുപ്പ് കഴിഞ്ഞ സംഘം അല്പസമയം മുമ്പാണ് ഈ മലയാളപ്പുഴ വീട്ടിൽ നിന്നും മടങ്ങിയെത്തും. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്ത് ഏകദേശം 2 മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടു. കണ്ണൂർ കളക്ടർക്കെതിരെയും PP ദിവ്യക്കെതിരെയും മൊഴി നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കുടുംബം പങ്കുവയ്ക്കുന്നില്ല. മറ്റ് നിയമപരമായ പ്രശ്നമുള്ളതിനാൽ ഇത്തരം വിവരങ്ങൾ, മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ PP ദിവ്യയ്ക്ക് ജാമ്യം നൽകിയതിൽ മേൽക്കോടതിയെ കുടുംബം സമീപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. N പ്രശാന്തിന്റെ മുന്നിൽ ഫയലുകൾ എത്താതിരിക്കാൻ ജയതിലക് ശ്രമിച്ചെന്ന ആരോപണം. സെക്രട്ടേറിയറ്റ് മാനുവലിന് വിരുദ്ധമായി ജയതിലക് പ്രവർത്തിച്ചു എന്ന ആക്ഷേപമാണ് പുതിയതായി പുറത്തുവരുന്നത്. ഡെപ്യൂട്ടി സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും തനിക്ക് നേരിട്ട് ഫയലുകൾ സമർപ്പിക്കണമെന്ന നിർദ്ദേശം ജയതിലക് ഉത്തരവായി നൽകിയത് പ്രശാന്തിനെ മറികടക്കാൻ വേണ്ടിയാണെന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വിശദാംശങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷംന, ഇപ്പോൾ പുറത്തുവന്ന ഉത്തരവ് വിവരങ്ങളനുസരിച്ച് നേരത്തെ N പ്രശാന്ത് ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കൊക്കെ കഴമ്പുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ്. ദിവസേന ഗുരുതരമായ ആരോപണങ്ങളും അതിനെ ബലപ്പെടുത്തുന്ന തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇരുവരും N പ്രശാന്തും അതുപോലെ തന്നെ ജയതിലകും അവർ SC/ST വകുപ്പിന് കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ആ സമയത്തായിരുന്നു, അതായത് മാർച്ച് മാസത്തിലായിരുന്നു ഇത്തരം ഈ വിവാദമായ ഉത്തരവ് പുറത്തു വന്നത്. അതായത് നേരിട്ട് ഫയലുകൾ സമർപ്പിക്കണം, ഈ ഡെപ്യൂട്ടി സെക്രട്ടറിയും അതുപോലെ ജോയിന്റ് സെക്രട്ടറിമാരും തനിക്ക് നേരിട്ട് ഫയലുകൾ സമർപ്പിക്കണമെന്നായിരുന്നു ജയതിലകിൻ്റെ നിർദ്ദേശം.
അതേസമയം ഇത് എൻ പ്രശാന്തിൻ്റെ മുമ്പിൽ ഫയലുകൾ എത്താതിരിക്കാൻ വേണ്ടി ജയതിലകൻ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ ഫയലുകൾ എൻ പ്രശാന്തിന് മുൻപിൽ എത്തുന്നത് തടഞ്ഞു എന്നതിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ നിർദ്ദേശം. ഇത് തന്നെയാണ് ഇപ്പോൾ പുതിയ ആരോപണമായി ഉയർന്നു വന്നിട്ടുള്ളതും. ഒപ്പം തന്നെ നമുക്കറിയാം ഈ IAS പോര് ഇത് കുറച്ച് കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിന് കഴമ്പുള്ള തരത്തിൽ അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്ന തരത്തിൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നുള്ളത് ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ഒപ്പം തന്നെ ജയതിലകനെതിരെ നേരത്തെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ എൻ പ്രശാന്ത് ഉന്നയിച്ചിരുന്നു. വളരെ ആക്ഷേപകരമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള FB പോസ്റ്റുകളിലൂടെ പ്രശാന്ത് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഈ ജയതിലകൻ അപകീർത്തി പരാമർശങ്ങൾ നടത്തി അല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥനെതിരെ ഇത്തരം പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ എൻ പ്രശാന്ത് അടക്കം സസ്പെൻഷനിൽ പോകുന്നു. പക്ഷേ അപ്പോഴും ഈ സസ്പെൻഷനിൽ ഇരിക്കുമ്പോൾ പോലും FB പോസ്റ്റ് ഇടുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പോരാട്ടം തുടരുന്നത് എൻ പ്രശാന്ത് നിർത്തിയിരുന്നില്ല. ഇപ്പോൾ അതിനൊക്കെ ഒരു കഴമ്പുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം കൃത്യമായ തെളിവുകളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ടോം, ഷംന, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ തന്നെ മറികടക്കാൻ ജയതിലകൻ ശ്രമിച്ചുവെന്ന് എൻ പ്രശാന്തിന് ഒരു പരാതിയോ ആക്ഷേപമോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചീഫ് സെക്രട്ടറി അറിയിക്കാം, മറ്റു പല രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാം. പക്ഷെ അതിന് പകരം മാടമ്പള്ളിയിലെ ചിത്തരോഗി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം നടത്തുന്നത്, അതല്ലേ ഇവിടെ ആക്ഷേപത്തിന് ഈ പ്രശാന്തിന് തന്നെ തിരിച്ചടിയായത്. ഇതിനു മുൻപ് ഇക്കാര്യം ഈ ജയതിലകന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ മോശമായ അനുഭവങ്ങളുള്ളത്, ഈ ചട്ടലംഘനങ്ങൾ നടത്തുന്നത്, ഇത് ഈ അധികൃതരുടെ ഭാഗത്ത് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തൊന്നും എൻ പ്രശാന്ത് ഒരു പരാതിയായി ഉന്നയിച്ചിരുന്നില്ല? അതോ പരാതി ഉന്നയിച്ചിട്ടും അതിലൊന്നും യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നതാണോ? തീർച്ചയായും ഈ എൻ പ്രശാന്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള നിയമ നടപടിയിലോട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾ എൻ പ്രശാന്ത് നൽകിയിരുന്നു എന്ന കാര്യത്തിലടക്കം നമുക്ക് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രശാന്തിന് കൃത്യമായി ജയതിലകനെതിരെ ഇത്തരം ഒരു ആരോപണമുണ്ടെങ്കിൽ അതിന് മേലുദ്യോഗസ്ഥരെ സമീപിക്കാമായിരുന്നു, പരാതി നൽകാമായിരുന്നു, നിയമ വഴിക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെ മാടമ്പള്ളിയിലെ ചിത്തരോഗി എന്നാണ് ജയതിലകനെ വിളിച്ച് അധിക്ഷേപിച്ചത്. അത് മാത്രമല്ല അതിനുശേഷം പിന്നീടുണ്ടായ വിവാദങ്ങൾ മേഴ്സിക്കുട്ടി അമ്മയെ അടക്കം ആരാണ് താങ്കൾ എന്ന് ചോദിച്ചുകൊണ്ട് അടക്കം കമൻ്റ് ഇട്ട സംഭവങ്ങളുണ്ടായി. വളരെ ഒരു IAS ഉദ്യോഗസ്ഥൻ പെരുമാറാൻ പാടില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങളും അത്തരം പ്രസ്താവനകളും ഒക്കെ ആയിരുന്നു എൻ പ്രശാന്ത് നടത്തിയിരുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ പ്രശാന്തിന് തിരിച്ചടിയായതും സസ്പെൻഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തിച്ചതും. ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജയതിലകനെതിരെ ഇത്തരം തെളിവുകൾ പുറത്തുവിടാനുണ്ടായിരുന്നെങ്കിൽ കൃത്യമായി തന്നെ പ്രശാന്തിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കറിയാം വിവാദ മല്ലു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയ IAS ഉദ്യോഗസ്ഥൻ ഗോപാലകൃഷ്ണൻ, ഇയാൾക്കെതിരെയും ഗുരുതരമായ ആരോപണം തന്നെയാണ് പ്രശാന്ത് ഉന്നയിച്ചിരുന്നത്. കാരണം ഈ ജയതിലകന് വേണ്ട എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ എപ്പോഴും ജയതിലകന് അനുകൂലമായ നിലപാടുകളാണ് ഈ ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചിരുന്നത് എന്നൊരു ആരോപണം പ്രശാന്ത് ഉന്നയിച്ചിരുന്നു. അതിനുശേഷം നമുക്കറിയാം ഈ ഗോപാലകൃഷ്ണൻ IAS ആണ് ഈ വിവാദ മല്ലു IAS ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ ഒരു കേസിൽ അതിന് സസ്പെൻഷനിൽ പോകുന്നു. അപ്പോൾ ഉയർന്ന 2 ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രശാന്ത് ഉന്നയിച്ചിരുന്നത്. അതിലൊക്കെ വാസ്തവമുണ്ട് എന്ന് കൂടി വേണം മനസ്സിലാക്കാൻ. ജയതിലകനെതിരെ മാത്രമല്ല, ഈ ജയതിലകനെതിരെയുള്ള ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടാകുമ്പോൾ ഒപ്പം തന്നെ ഈ ഗോപാലകൃഷ്ണനെതിരെയും തെളിവുകളുണ്ട് അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് കേട്ടോ. വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ചൂതാട്ട മാഫിയ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന് താമരശ്ശേരിയിൽ ലോട്ടറിക്കട ജീവനക്കാരനായ യുവാവ് തൂങ്ങി മരിച്ചു. താമരശ്ശേരി സ്വദേശി അനന്തുകൃഷ്ണയാണ് തൂങ്ങി മരിച്ചത്. ലോട്ടറിക്കട ജീവനക്കാരനായ അനന്തുവും എഴുത്ത് ലോട്ടറി ചൂതാട്ട മാഫിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും ബാധ്യത തീർക്കാത്തതിന്റെ തുടർന്ന് നിരന്തരം ഭീഷണി നേരിട്ടിരുന്നതായും അനന്തു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഒരു വനിത ഉൾപ്പെടെയുള്ള സംഘമാണ് അനന്തുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നത്. സിദ്ദിഖ് പന്നൂർ ചേരുന്നു വിശദാംശങ്ങളുമായി താമരശ്ശേരിയിൽ നിന്ന്. സിദ്ദിഖ്, ഈ ചൂതാട്ട മാഫിയ സംഘത്തിൻ്റെ ഭീഷണി ഉണ്ടായെന്ന് പറയുന്നു. ഇതേ തുടർന്ന് യുവാവിന് തൂങ്ങി മരിച്ചു എന്നാണല്ലോ ഇപ്പോൾ വാർത്ത വരുന്നത്. എന്താണ് സംഭവിച്ചത്?
ടോം, ഇന്നലെ രാത്രിയാണ് ദാരുണമായ ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ യുവാവ് ഏതാനും നാളുകളായി ഈ താമരശ്ശേരിക്ക് അടുത്തുള്ള പുതുപ്പാടി കണ്ണക്കപ്പൻകുണ്ട് എന്ന സ്ഥലത്ത് ഒരു ലോട്ടറി കടയിലും അതുപോലെ ഓമശ്ശേരിയിലും ലോട്ടറി കടയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സർക്കാർ ലോട്ടറിയുടെ ഏജൻസി ആണെങ്കിലും ഇവിടെ പ്രധാനമായി നടക്കുന്നത് ഈ ചൂതാട്ടം എന്നാണ്. അതായത് ഒറ്റയക്ക അല്ലെങ്കിൽ 2-3 അക്ക നമ്പറുകൾ എഴുതിയുള്ള ഒരു സമാന്തര ലോട്ടറി, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഈ നടക്കുന്ന ലോട്ടറിയുടെ റിസൾട്ട് സാധ്യതയുള്ള നമ്പറുകൾ എഴുതുകയും ഇതുവഴി സമ്മാനം ലഭിക്കുന്ന ആളുകൾക്ക് 50,000 രൂപ ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതിന് വലിയൊരു റാക്കറ്റ് തന്നെ ഈ താമരശ്ശേരി ഏരിയ കേന്ദ്രീകരിച്ച് ഇതിനായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു ആളുകൾക്ക് തന്നെ ഒരു സംഘത്തിന് തന്നെ 10ഓളം ലോട്ടറി ഏജൻസികൾ പോലും ഇത്തരത്തിലുള്ള ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഓരോ ദിവസവും നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ കണ്ണിയായ ഈ യുവാവ്, അതായത് ഇപ്പോൾ തൂങ്ങി മരിച്ച അനന്തുകൃഷ്ണ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ പല ആളുകളും ലോട്ടറി എഴുതി അതിന്റെ പണം നൽകാതിരുന്നുവെന്നും അതേപോലെ ഈ പണം ഇത്തരത്തിൽ അനന്ത് തന്നെ ഇനി ഇങ്ങനെ ലോട്ടറി എഴുതി ആ വകയിൽ നഷ്ടമുണ്ടായോ നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ വിഷയത്തിലുണ്ട്. ഏത് രീതിയിലാണ് ഈ സാമ്പത്തിക ബാധ്യത ഈ 20 വയസ്സുകാരനായ അനന്തുവിന് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തതകൾ വരേണ്ടത്. ഏതായാലും വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ പറയുന്നത് ചില ആളുകൾ നിരന്തരം വന്ന് ഈ അനന്തുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അനന്തുവിന്റെ മൊബൈൽ ഫോണും കാണാനില്ല എന്നുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്നാൽ അതേപോലെ കടയിലെ ഒരു മൊബൈൽ ഫോൺ അനന്തുവിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ വന്ന് വാങ്ങിപ്പോയിട്ടുണ്ട്. ഒരു വനിത ഉൾപ്പെടെ ഈ ഒരു സംഘത്തിൽ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഇനി ആത്മഹത്യ അല്ലാതെ മറ്റു വഴിയില്ല എന്നും അനന്തു രേഖപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ സുഹൃത്തുക്കളോടും ഇക്കാര്യം അനന്തു പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ഈ സംഘത്തിന്റെ ഭീഷണി കാരണം അനന്തു ഈ നാട്ടിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തിരുന്നു. കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു. പിന്നീട് ബന്ധുക്കൾ അന്വേഷിച്ച് കണ്ടെത്തി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചത്. എന്നാൽ നാട്ടിലെത്തിയതോടെ വീണ്ടും ഈ സംഘം നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് ഇപ്പോൾ ഈ അനന്തുവിനെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പറയുന്നത്. ആരാണ് ഈ സംഘത്തിന് പിന്നിൽ സിദ്ദിഖ്? കാരണം നമ്മൾ സമീപകാലത്ത് ആദ്യമാണ് ഈ ചൂതാട്ട മാഫിയെ കുറിച്ച് കേൾക്കുന്നത്. മുൻപ് ഇത്തരം ചൂതാട്ട മാഫിയകളൊക്കെ സജീവമായിരുന്നുവെങ്കിൽ സമീപകാലത്ത് അത് വളരെ സുതാര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ എവിടെ കേന്ദ്രീകരിച്ച്, ഈ താമരശ്ശേരി കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ചാണോ ഈ ചൂതാട്ട മാഫിയ പ്രവർത്തിക്കുന്നത്? പോലീസൊക്കെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ കേസിനെ കാണുന്നത്? താമരശ്ശേരി കേന്ദ്രീകരിച്ച് വർഷങ്ങളായി ഈ ഒരു ചൂതാട്ട മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും പോലീസ് പരിശോധന നടത്തുകയും ഈ നമ്പറുകൾ എഴുതുന്ന പേപ്പറുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി 1-2 വർഷമായി ഇത്തരത്തിലുള്ള കാര്യമായ പരിശോധനകളോ കാര്യങ്ങളൊന്നും നടക്കാറില്ല. മാത്രമല്ല ഇപ്പോൾ ഈ പേപ്പറിൽ നമ്പർ എഴുതുന്നതിന് പകരം വാട്സാപ്പും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. പണം കൈമാറുന്നത് ഗൂഗിൾ പേ വഴിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ട് തന്നെ വ്യാപകമായി ഈ താമരശ്ശേരി മേഖല കേന്ദ്രീകരിച്ച് വീടും പറമ്പും ഉൾപ്പെടെ സ്ഥലവും ഉൾപ്പെടെ വിൽപ്പന നടത്തേണ്ടി വന്ന ആളുകൾ പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഉള്ള ഈ ഒരു ചൂതാട്ട മാഫിയയുടെ ഇതിൽ കെണിയിൽപ്പെട്ട് കിടപ്പാടം ഉൾപ്പെടെ നഷ്ടപ്പെട്ട ആളുകൾ പോലും ഈ മേഖലയിലുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റോ ഉണ്ടാവാറില്ല. വർഷങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി പുതുപ്പാടി മേഖലയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധന ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇത് സംബന്ധിച്ച കാശും രേഖകളും ഒക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള യാതൊരു നടപടികളും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂതാട്ട മാഫിയ ഈ മേഖലയിൽ അടക്കി വാഴുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ ലോട്ടറി ഏജൻസിയുടെ പേരിൽ ഒരു കട ഉണ്ടാവുമെന്നല്ലാതെ ഇവിടെ ലോട്ടറിയുടെ കച്ചവടം നടക്കാറില്ല. പ്രധാനമായും ഈ ഒരു ഏർപ്പാടാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കേട്ടോ, വ്യക്തമാണ്. സിദ്ദിഖ് പന്നൂറാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ കുറേ നാളുകളായി താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഇതുപോലെ എഴുത്ത് ലോട്ടറി ചൂതാട്ട മാഫിയ സജീവമാണെന്നാണ് സിദ്ദിഖ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ഈ ചൂതാട്ട മാഫിയയുടെ ഭീഷണിയെ തുടർന്നാണ് താമരശ്ശേരിയിലെ ഒരു യുവാവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്ന. യുവാവ് ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ പല വിവാദങ്ങൾക്കും കാരണമായേക്കാം. ഈ സമീപകാലത്ത് ഏറെ ചർച്ചയായതാണ് IAS ഉദ്യോഗസ്ഥർക്കിടയിലെ മതാടിസ്ഥാനത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ്. ഇതിന് പിന്നാലെ ഹൈക്കോടതിയിലും വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദം ഉയർന്നിരിക്കുന്നു. സിറ്റിംഗ് ജഡ്ജിമാരും അഭിഭാഷകരും അംഗങ്ങളായി ലോയേഴ്സ് ന്യൂസ് നെറ്റ്വർക്ക് എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് കേരള ലോയേഴ്സ് അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി. ഇതിൽ ജുഡീഷ്യൽ ഓഫീസർമാരും മാധ്യമപ്രവർത്തകരും അംഗങ്ങളാണ്. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായും പരാതിയുണ്ട്. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഇന്നലെയാണ് ഈ സംഭവം, ഈ വാട്സാപ്പ് ഗ്രൂപ്പ്, ഈ ഹൈക്കോടതിയിൽ ഈ ജഡ്ജിമാരും അഭിഭാഷകരും നിയമവാർത്തകൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന രീതിയിലുള്ള വിവാദം ഉയർന്നു വരുന്നത്. പിന്നാലെ ലോയേഴ്സ് അസോസിയേഷൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതെന്നാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് പിന്നീട് വിവാദമാക്കി ആകാനുള്ള കാരണം? ടോമി, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളുകളായി, വർഷങ്ങളായി ഈ ചില നിയമ വാർത്തകൾ നോക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചേർന്നുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. പക്ഷെ അതിൽ ഈ അടുത്തിടെയായി കുറച്ച് നാളുകളായി ഇത് അത്ര ആക്റ്റീവ് ആയിട്ടില്ല എന്ന് കൂടിയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതൊരു വിവാദം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അഭിഭാഷകരുടെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ ചില കയ്യാങ്കളി നടക്കുകയും പിന്നീട് അതിലെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിൽ വാർത്തയായി വരികയും ചെയ്തിരുന്നു. ഇത് അഭിഭാഷകർക്കിടയിൽ തന്നെ ചെറിയ രീതിയിൽ അസ്വാരസ്യമുണ്ടായി. ഞങ്ങളുടെ വാർഷികാഘോഷങ്ങളുടെ പരിപാടിയിലിടയിൽ നടന്ന സംഭവം അതെങ്ങനെയാണ് മറ്റു മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പോയത്, അതും ദൃശ്യങ്ങളടക്കം പല മാധ്യമങ്ങളും വാർത്തയാക്കിയിരുന്നു, അതെങ്ങനെയാണ് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു പോയത് എന്ന രീതിയിൽ ഒരു ചർച്ച ഈ അഭിഭാഷകർക്കിടയിലുണ്ടായി. അതവർക്ക് വലിയ നാണക്കേടുണ്ടാകുകയും ചെയ്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്, അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഉൾപ്പെടെയുള്ളവർ വഴിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു പോയതെന്ന് മനസ്സിലായി. അതായത് ഈ അഡ്മിൻ ഉൾപ്പെടെയുള്ള അന്ന് വാർഷികാഘോഷത്തിൽ നടന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഈ അഡ്മിൻ കൂടി ഉൾപ്പെടുന്നു എന്നുകൂടിയാണ് ഇവർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ചില ജഡ്ജിമാരുൾപ്പെടെ ഈ ഗ്രൂപ്പിലുണ്ട്. അങ്ങനെ ജഡ്ജിമാരുൾപ്പെടെയുള്ളവർ ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് അത് അനുചിതമല്ല എന്നുകൂടിയാണ് അഭിഭാഷകർ പറയുന്നത്. ഒപ്പം ചില ഈ കോടതിയിൽ നിന്നും സുപ്രധാനമായിട്ടുള്ള വിധികൾ വരുമ്പോൾ അതിന്റെ പകർപ്പ് കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ ഗ്രൂപ്പിൽ വരുന്നതും ശരിയായിട്ടുള്ള രീതിയല്ല. കൊളീജിയം ശുപാർശകൾ ഉൾപ്പെടെ ഈ ഗ്രൂപ്പിൽ വരികയും പിന്നീട് മാധ്യമങ്ങൾക്ക് കിട്ടുകയും ലഭിക്കുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള നടപടി അത് ശരിയല്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് സുപ്രീം കോടതി ജഡ്ജിനുൾപ്പെടെ അഭിഭാഷകരുടെ അസോസിയേഷൻ ഈ ഒരു കത്ത് നൽകി. ചില വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ചില വ്യക്തികൾ കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് ഈ ഗ്രൂപ്പിലുണ്ട്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവർ ചിലർ ഈ അസോസിയേഷനെ ഒന്നടങ്കം ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ അസോസിയേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുകൂടിയാണ് പറയുന്നത്. എന്തായാലും സുപ്രീം കോടതി ജസ്റ്റിസിനടക്കം ഈ ഒരു പരാതി അസോസിയേഷൻ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ഇതിൽ ചില കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ചിലരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഈ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നീട് മാധ്യമങ്ങളിൽ ഏകപക്ഷീയമായി വാർത്ത വരുന്നു എന്ന കാര്യം കൂടി ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. നവമി, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവമി നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് നമ്മൾ മാധ്യമപ്രവർത്തകർ പല വാർത്തകളും ഇതുപോലെ ലഭിക്കാൻ വേണ്ടി ഗ്രൂപ്പുകൾ രൂപീകരിക്കാറുണ്ട്. ഇത് ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകൾ, കോടതി വാർത്തകൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയും ലഭിക്കാൻ വേണ്ടിയുമാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പിന്നിൽ മാധ്യമപ്രവർത്തകർ, നിയമകാര്യ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ലേഖകന്മാർ തന്നെയാണ് ഇതിൻ്റെ അഡ്മിന്മാരായിട്ടുള്ളതും. പക്ഷേ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ജഡ്ജിമാരെ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാക്കിയിട്ടുള്ളതാണല്ലോ. ജഡ്ജിമാരൊക്കെ എങ്ങനെ ഈ വിധിപ്പകർപ്പുകളൊക്കെ ഈ ഗ്രൂപ്പിൽ ഇടാറുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നാളുകൾക്ക് ശേഷം ഇതൊരു വിവാദമായി മാറുന്നതും പരാതിയുമായി ഉയർന്നു വരുന്നതും?
ടോം, ഇതിൽ ജഡ്ജിമാർ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ പോലും അവർ അങ്ങനെ ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ അവരായിട്ട് വിധിപ്പകർപ്പുകൾ ഇടുകയോ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കപ്പെടുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷെ ഇതിപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്തുമായി അസോസിയേഷൻ പുറത്തേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വാർഷിക ആഘോഷത്തിന്റെ സമയത്ത് നടന്ന ചില തർക്കങ്ങളും കയ്യാങ്കളിയും അതിന്റെ ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിച്ചതാണ് ഈ അഭിഭാഷകർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ അവർക്കേറെ നാണക്കേടുണ്ടാക്കിയത്. അങ്ങനെ അസോസിയേഷൻ, അതായത് അഭിഭാഷകർ മാത്രം അടങ്ങുന്ന ഒരു പരിപാടിയിൽ, അല്ലെങ്കിൽ അഭിഭാഷകരുടെ ഏറ്റവും അടുത്ത ആളുകൾ, അതിൽ ചില ഈ മാധ്യമപ്രവർത്തകരടക്കം അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു, അന്നത്തെ ആ ആഘോഷത്തിൽ പങ്കെടുത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അഭിഭാഷകർക്ക് വേണ്ടപ്പെട്ട ചില മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഒരു ആഘോഷ പരിപാടിയിലെ ഈ കയ്യാങ്കളി ദൃശ്യങ്ങൾ അത് പുറത്തുപോയത് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണെന്ന് പിന്നീട് ഇവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെയുള്ള ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതും, അല്ലെങ്കിൽ മറ്റു ചില തെറ്റായ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും ഒന്നും ശരിയായ രീതിയല്ല എന്ന നിഗമനത്തിലേക്ക് ഈ അഭിഭാഷകർ എത്തുന്നത്. ഇതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ നിന്നും ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പിന് നടപടി എടുക്കണമെന്നല്ല അവർ ആവശ്യപ്പെടുന്നത്. ജഡ്ജിമാരെയെങ്കിലും ഈ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കണം. അതായത് ജഡ്ജിമാർ ഈ ചില പ്രധാനപ്പെട്ട കേസുകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ നടക്കാം. അത് ഏതെങ്കിലും വിധത്തിൽ ഈ ജഡ്ജിമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ചില ചർച്ചകൾ അതിൽ തെറ്റായ രീതിയിലുള്ള ജഡ്ജിമാർക്ക് മനസ്സിലാകുകയോ ചെയ്താലോ എന്നൊക്കെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്തുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനടക്കം ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഈ പ്രധാനമായും പറയുന്നത് ഈ ജഡ്ജിമാരെ എങ്കിലും ഈ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. അതിനപ്പുറം നവമി, ഏതെങ്കിലും രീതിയിലുള്ള ഈ പരാതിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഈ ഗ്രൂപ്പ് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നൊരു ആവശ്യമില്ല, ജഡ്ജിമാരെ ഒഴിവാക്കണമെന്ന് മാത്രമാണോ ഈ പരാതി ഉന്നയിക്കുന്ന ഈ അഭിഭാഷകരുടെ അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്? മറ്റേതെങ്കിലും രീതിയിലുള്ള നടപടി വേണമെന്നൊന്നും ഈ പരാതിയിൽ ആവശ്യമില്ലേ? അത്തരത്തിലൊരു നടപടി വേണമെന്നോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഒഴിവാക്കണം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് പിരിച്ചുവിടണമെന്നോ അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ഈ കത്തിലില്ല. പറയുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ലോയേഴ്സ് ന്യൂസ് നെറ്റ്വർക്ക് എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഇതിൽ ജഡ്ജിമാരെ ഉൾപ്പെടെ ഉണ്ട്, അത് അനുചിതമായി തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ജഡ്ജിമാരെയെങ്കിലും ഈ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കണം. ഈ കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒപ്പം ഈ പ്രധാനപ്പെട്ട വിധികൾ വരുമ്പോൾ അതിന്റെ വിധിപ്പകർപ്പ് കോടതിയുടെ സൈറ്റിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്നതും തെറ്റായ രീതിയായി തോന്നുന്നുണ്ട്. അതോടൊപ്പം കോട്ടയത്തെ അഭിഭാഷകരുടെ പ്രതിഷേധത്തിന് ഇരയായ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബിവിജ സേതുമോഹൻ ധാർമ്മികത പാലിക്കാതെ ഈ ഗ്രൂപ്പിൽ ചില സന്ദേശങ്ങൾ ഇടുന്നുണ്ട് എന്നുകൂടിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, ചിലരുടെ പേരുകൾ പരാമർശിച്ച് ഈ ഗ്രൂപ്പിൽ അഡ്മിന്റെ പേരുൾപ്പെടെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ അഭിഭാഷകരുടെ അസോസിയേഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അടക്കം കൊടുത്തിരിക്കുന്നത്. ഇതിലിവർ പ്രധാനമായും പറയുന്നത് ഈ ഗ്രൂപ്പിൽ നിന്നും ജഡ്ജിമാരെ ഒഴിവാക്കണം. കാരണം ഈ ജഡ്ജിമാർ ഉൾപ്പെടെ ഈ ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്നത് അത് ശരിയായ നടപടിയായി അനുചിതമായി തോന്നുന്നില്ല എന്നുകൂടിയാണ് ഇവർ പറയുന്നതിലെ പ്രധാനപ്പെട്ട കാരണം. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയിലും അഭിഭാഷകരെയും ജഡ്ജിമാരെയും ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. മുനമ്പം വിഷയത്തിൽ കേന്ദ്ര നേതാക്കളെ അണിനിരത്തി BJP. സമരപന്തലിലെത്തിയ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി മുൻപാകെ വിഷയം ഉന്നയിക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകി. വഖഫിന്റെ പേരിൽ നടക്കുന്നത് ഭൂമി ജിഹാദാണെന്നും ഇതിലൂടെ സാധാരണക്കാരന്റെ ഭൂമി തട്ടിയെടുക്കുകയാണെന്നും ശോഭാ കരന്ദലജെ ആരോപിച്ചു. अभी वकफ का पास कितना जमीन है? हाउ मच लैंड दे गॉट नाउ? डिफेंस के बाद, रेलवेज के बाद, थर्ड बिगेस्ट लैंड ओनर ऑफ दिस कंट्री इज वकफ बोर्ड. 38 लाख एकर्स अब वकफ के पास जमीन है. 38 लाख एकर्स. लव जिहाद जैसे ही ये साजिश है लैंड जिहाद का, एंड एक लैंड टेररिज्म देश में चल रही है.
കൊല്ലം രൂപതാമെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയും സമരപ്പന്തലിലെത്തി സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു മുനമ്പത്തു നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, സമരം മുനമ്പം ഭൂസമരം 1 മാസം പിന്നിടുമ്പോൾ ഇത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും BJP ഈ വിഷയം ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പല രീതിയിലുള്ള അജണ്ടകളുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് BJP ഈ സമരത്തിൽ ഇടപെടുന്നതിൽ അവർക്ക് പല രീതിയിലുള്ള അജണ്ടകളുണ്ടാകാം, വർഗീയവൽക്കരണം എന്ന ലക്ഷ്യമുണ്ടാകാം എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സമരത്തിന് പിന്തുണയുമായി ദേശീയ നേതാക്കളെ കൂടി BJP അണിനിരത്തുന്നത്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് BJP നൽകുന്നത്? ടോം, ഇന്ന് ഈ പറഞ്ഞതുപോലെ BJPയുടെ ദേശീയ നേതാവ് തന്നെയാണ് മുനമ്പം ഭൂമിയിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ നേരത്തെ BJP സമരഭൂമിയിലേക്ക് കടന്നു വന്നത് തന്നെ ഇടതു വലതു സർക്കാരുകൾ രണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും സ്വീകരിച്ചിരിക്കുന്ന നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, തലശ്ശേരി അതിരൂപതാ പിതാവ് പറഞ്ഞത് വളരെ വ്യക്തമാണ് ആ കാര്യത്തിൽ. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്, അതായത് BJP സമരം ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് അത്തരത്തിൽ ഒരു ഇടപെടൽ BJPക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്നൊരു സാഹചര്യം എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള ഒരു ഇടം കൊടുത്തത് ആരാണ് എന്നൊരു ചോദ്യമാണ് സമരക്കാർ ആകമാനം ഉന്നയിക്കുന്നത്. നേരത്തെ മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ BJP സമരം ഹൈജാക്ക് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഇത്തരം ഉത്തരമാണ്. ആ ഹൈജാക്ക് ചെയ്യേണ്ട സാഹചര്യം ഏത് തന്നെ എന്നുള്ള മറുചോദ്യമാണ് ചോദിക്കുന്നത്. മറ്റൊരു സാഹചര്യത്തിൽ ടോം ഇപ്പോൾ പറഞ്ഞതുപോലെ ശോഭാ കർന്നലജെ ഇവിടെ എത്തുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ലവ് ജിഹാദ് പോലെ ലാൻഡ് ജിഹാദാണ് ഇവിടെ വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. കാരണം വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയ ആളുകൾ ഉപേക്ഷിച്ചു പോയ ഭൂമി ആദ്യം 1954-ൽ വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ വഖഫ് ബോർഡിന് അനുമതി നൽകിയപ്പോൾ ആ ഭൂമി മാത്രമായിരുന്നു വഖഫ് ബോർഡ് കയ്യിലുണ്ടായിരുന്നത്. പിന്നീട് അത് വഖഫിന്റേതെന്ന് വിശ്വസിച്ചാൽ പോലും വഖഫിന് കയ്യേറാമെന്നുള്ള തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് 38 ലക്ഷത്തോളം ഏക്കർ ഭൂമി വഖഫിന്റെ മാത്രം അധീനതയിൽ വരുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ JPCയുടെ മുൻപാകെ ഈ പ്രശ്നം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വഖഫ് നിയമ ഭേദഗതി വരുമ്പോൾ തന്നെ മുനമ്പത്തെ പ്രശ്നം തീരുമെന്നാണ് ശോഭാ കർന്നലജെ മുനമ്പംകാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. മാത്രമല്ല, മുനമ്പംകാരുടെ കണ്ണീര് കണ്ടുകൊണ്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും കേന്ദ്ര സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്. അത് ആവർത്തിച്ച് അവര് മുനമ്പം ഭൂമിയിൽ വന്ന ശേഷം ഇത് ബാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രശ്നം ഡിസ്പ്യൂട്ട് നടക്കുന്ന ഭൂമിയിൽ ചെന്ന്, വീടുകളിൽ ചെന്ന് അവിടുത്തെ അമ്മമാരെയും ഒക്കെ കണ്ട ശേഷം അവരോടൊപ്പം പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, കേന്ദ്രം കൂടെയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഉറപ്പുകളാണ് അവർ നൽകിയിരുന്നത്. എന്നിരുന്നാൽ പോലും ടോം സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ ചൂണ്ടപ്പെട്ട വിരലിന് മുൻപിൽ നിർത്തുമ്പോൾ പോലും, സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുമ്പോൾ പോലും അതിനകത്ത് കേന്ദ്രം എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ പറയുന്നത് പോലെ നിയമങ്ങളെല്ലാം, അതായത് വഖഫ് നിയമം അനുശാസിക്കുന്ന തരത്തിലായാലും, അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം 2013-ലെ നിയമ ഭേദഗതി മുൻകാല പ്രാബല്യത്തോടുകൂടി നിലനിൽക്കില്ല എന്ന ഒരു കാര്യം കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയപ്പോഴും മുനമ്പത്തെ ഭൂമി തർക്കം ശരിക്കും നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം വ്യക്തത വന്നു കഴിഞ്ഞതാണ്. മാത്രമല്ല, നമ്മൾ പുറത്തുവിട്ട രേഖകളും അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നിട്ട് പോലും അതോറിറ്റി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അധികാരമുള്ളവർ എന്നുള്ള നിലയിൽ ഈ ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് അപലപനീയമാണ് എന്ന കാര്യം വ്യക്തമാണ്. അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും ഉയർന്ന വിമർശനവും അത് തന്നെയാണ്. പിന്തുണ പ്രഖ്യാപിക്കാൻ മാത്രം ഒരു കേന്ദ്ര നേതാവ് ഇവിടെ എത്തുമ്പോൾ പിന്തുണ മാത്രമല്ല ഇവർക്ക് ആവശ്യമെന്നുള്ള കാര്യം. കാരണം ഈ സമരം ഏതാണ്ട് 20 ദിവസത്തോളം കഴിഞ്ഞപ്പോഴേക്കും വിവിധ സഭാ നേതാക്കൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ, വിവിധ ക്രൈസ്തവ സംഘടനകൾ, അതുപോലെ തന്നെ ഇന്നിവിടെ സമരം
ഇത് 33-ാം ദിവസത്തിലെത്തുമ്പോൾ CMP നേതാവ് CP ജോൺ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കൊല്ലം രൂപത ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ സമരവേദിയിലെത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഗാന്ധി പീസ് അസോസിയേഷന്റെ സംഘാടകനാണ് ഇപ്പോൾ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലൂർദ് മാതാ പള്ളിയിലെ വികാരിയച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി നിരാഹാരത്തിരിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും നിരവധി സംഘടനകളും ആളുകളും ഒക്കെ സമരത്തിന് പിന്തുണയുമായി നിരാഹാരം കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഈ പിന്തുണ തീർച്ചയായും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ മുനമ്പം സമരത്തിന് ലഭിക്കുന്നുണ്ട്. അതിലൊരു ദേശീയമാനം കൂടി കൈവരുത്താൻ BJPയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നു. ഒരുപക്ഷെ നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ BJPയെ സംബന്ധിച്ച് ഇത് JPCയുടെ പരിഗണനയിലുണ്ട്. സ്വാഭാവികമായും ഈ വഖഫ് നിയമ ഭേദഗതിക്ക് ഒരു വിഷയമായി ഉയർത്തി കാണിച്ചു കൊണ്ടുവരാനും BJP ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും കൂടുതൽ ദേശീയ നേതാക്കളെ ഈ സമരരംഗത്തിറക്കി ഇതൊരു ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഈ വഖഫ് നിയമ ഭേദഗതി അനിവാര്യമാണ് എന്ന രീതിയിലേക്ക് ദേശീയ തലത്തിൽ കൂടി ഇത് ചർച്ചയാക്കുകയല്ലേ BJP ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായും വഖഫ് നിയമ ഭേദഗതി ആവശ്യമാണ് എന്നുള്ള ആവശ്യകത തന്നെ വളരെ മുൻപ് തന്നെ മുനമ്പംകാർ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇതിലെ 40 അനുച്ഛേദമാണ് തിരുത്തി എഴുതപ്പെടേണ്ടത്. അതിലാണ് ഭേദഗതി വേണ്ടതെന്നുള്ള ആവശ്യകതയെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ ദേശീയ ശ്രദ്ധ, അതായത് വഖഫ് ദേശീയ തലത്തിൽ തന്നെ വഖഫിന്റെ കയ്യിലുള്ളത് 38 ലക്ഷം ഭൂമിയാണ് ാണ് ശോഭാ കരന്തലജെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യ കണക്കിൽ 10,000-ഓളം ഏക്കർ വരുന്ന സമയത്ത് പിന്നീട് എങ്ങനെയാണ് അത് 38 ലക്ഷത്തിലേക്ക് മാറിയത്? വിവിധ ഹൈന്ദവ ക്രൈസ്തവ പള്ളികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമികളൊക്കെ വഖഫിന്റെ അധീനതയിലിരിക്കുന്നു, അല്ലെങ്കിൽ വഖഫ് ബോർഡ് ഇതിന് ഡിസ്പ്യൂട്ട് ഉന്നയിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ട്രസ്റ്റിന് ഇത്ര അധികാരം നൽകുന്നത്? അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ തർക്കം വന്നാൽ അത്തരം ഇടപെടലുകൾക്ക് നമുക്ക് ലാൻഡ് റവന്യൂ കമ്മീഷനെ അതുമായി ബന്ധപ്പെട്ട് സമീപിക്കാം, അതുപോലെ കോടതികളെ സമീപിക്കാം. ഈ ഒരു സാഹചര്യമൊന്നുമില്ലാതെ വഖഫിന്റെ ഭൂമിയുടെ മേലുള്ള തർക്കം പരിഹരിക്കാൻ വഖഫ് ട്രിബ്യൂണലിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് മാറുന്നത് അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം JPCയുടെ മുന്നിൽ ഉന്നയിക്കുക മാത്രമല്ല, ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക തന്നെ ചെയ്യും. വഖഫ് ഭേദഗതി ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന മുനമ്പമായാലും വയനാടായാലും ചാവക്കാടായാലും അതല്ലെങ്കിൽ കർണാടകത്തിലെ നിരവധി കൃഷിഭൂമികളുടെ മേൽ വഖഫ് ഉന്നയിച്ചിരിക്കുന്ന ഈ പറയുന്ന അവകാശവാദമായാലും ഒക്കെ അലിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇല്ലാതായി പോകുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ടോം, ഒരു കാര്യം കൂടി, ഇന്ന് കൊല്ലം രൂപത മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി സമരപന്തലിലെത്തിയിരുന്നു. ഇന്നലെ മാർ ജോസഫ് പാംബ്ലാനി, തലശ്ശേരി രൂപത അധ്യക്ഷനും സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയുമായിട്ടുള്ള മാർ ജോസഫ് പാംബ്ലാനി എത്തുന്നു. അതായത് സഭ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, കൂടുതൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മുനമ്പത്ത് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായും സഭയുടെ ഒരു ആശങ്കയും പരിഭവവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്തുകൊണ്ടാണ് സർക്കാർ ഈ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച മാറ്റിവെക്കുന്നതിലൊക്കെ സഭയ്ക്ക് വലിയ നീരസമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മുഖ്യമന്ത്രി നേരത്തെ കൊടുത്ത ഉറപ്പിൽ ഈ സമരക്കാർക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടോ? ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണോ അവർ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം ജോസഫ് പാംബ്ലാനി പിതാവ് നമ്മളോട് സംസാരിച്ചത്, നമ്മൾ മാധ്യമങ്ങളെ അദ്ദേഹം പ്രത്യേകം കണ്ടിരുന്നു. മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇങ്ങനെയാണ്, അതായത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിനായാലും പ്രതിപക്ഷത്തിനായാലും നല്ലതിനല്ല എന്ന് പറയുകയും ചെയ്തു. അപ്പം നമ്മൾ വീണ്ടും ചോദിച്ചു, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടാണോ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടാത്തത് എന്ന് തോന്നലുണ്ടോ എന്ന് പറയുമ്പോൾ ഇത്രയധികം, അതായത് ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ 33 ദിവസം, ഇന്നലെ 32 ദിവസം
ഇന്നലെയായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. 32 ദിവസത്തോളം ഒരു കൂട്ടം ആളുകൾ സമരപന്തലിലേക്ക് അവരുടെ ഭൂമിയുടെ മേലുള്ള അവകാശവാദത്തെ തുടർന്നുള്ള ആശങ്കയെ കൊണ്ടും ഇത്രയും ആളുകൾ ഇവിടെ നിരാഹാരം കിടക്കുമ്പോൾ ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റു പറയാനാകുമോ എന്ന് തന്നെയായിരുന്നു ജോസഫ് പാംപ്ലാനി പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പോ മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ വഖഫ് മന്ത്രിയോട് വിശ്വാസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പരസ്യമായി ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ ഇരുപക്ഷങ്ങളും ഈ വേദിയിലേക്ക് എത്തിയില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ വരെയുള്ള സ്ഥിതി. അതേസമയം വൈകുന്നേരം CPI നേതാക്കൾ KP രാജേന്ദ്രൻ, മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, TJ ആഞ്ചലോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലേക്ക് എത്തുകയും സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ആദ്യമായാണ് സംസ്ഥാനത്തെ ഒരു ഭരണകക്ഷിയുടെ ആളുകൾ അല്ലെങ്കിൽ ഘടകകക്ഷി ഇവിടെ എത്തി ഇവരെ LDF-ൽ നിന്നും ഒരു കൂട്ടം ആളുകൾ എത്തി ഇവരെ അഭിസംബോധന ചെയ്യുന്നതും സമരക്കാർക്ക് സമരപന്തലിലെത്തി പരസ്യ പിന്തുണ നൽകുന്നതും ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഇന്നലെ ആദ്യമാണ്. അതായത് ഈ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തലശ്ശേരി പിതാവ് അതിരൂപത അധ്യക്ഷൻ സംസാരിക്കുന്നതിന് ശേഷമായിരുന്നു CPIയുടെ ആളുകൾ എത്തിയതും. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവരാരും പരസ്യ പിന്തുണ നൽകാനോ അതല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം, ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ P രാജീവ് പറയുന്നു, അല്ലെങ്കിൽ MP രാജേഷ് പറയുന്നു പിന്തുണയുണ്ട്, സമരക്കാർക്ക് പിന്തുണയുണ്ട്, ആരും കുടിയൊഴിപ്പിക്കാൻ ഇവിടെ എത്തില്ല. പക്ഷേ അതിന്റെ മേലുള്ള അവരാവശ്യപ്പെടുന്നത് തന്നെ സമരക്കാരുടെ ഭൂമിയുടെ മേലുള്ള റവന്യൂ അവകാശങ്ങൾ തിരിച്ചു നൽകുക എന്ന് തന്നെയാണ്. ഇവർക്ക് ഇപ്പോഴും പല ആളുകൾക്കും ലോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല, അല്ലെങ്കിൽ പല ആളുകൾക്കും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിവെക്കുന്ന ആശങ്ക ചെറുതൊന്നുമല്ല എന്ന് വേണം പറയാൻ. 22-ാം തീയതി ഉന്നതതല യോഗം വിളിക്കുന്നു. ഈ ഉന്നതതല യോഗത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ജോസഫ് പാംപ്ലാനി പിതാവ് പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എന്ന് പറയുന്നതിനോട് യോജിക്കാനാകില്ല എന്ന് തന്നെയാണ് മിക്ക സഭകളുടെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവരും പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചേ മതിയാ. പക്ഷെ പ്രശ്ന പരിഹാരത്തിനുള്ള എല്ലാ വഴികളും മുന്നിലുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുന്നത് അല്ല നിശബ്ദത പാലിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. ടോം, അതുതന്നെയാണ് പ്രധാനമായും ആക്ഷേപം വരുന്നത്. സർക്കാരും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടാത്തത്, ഈ ചർച്ച, യോഗം, ഉന്നതതല യോഗം നീട്ടിക്കൊണ്ടുപോയതിൽ ഉൾപ്പെടെ സമരക്കാർക്ക് വലിയ അമർഷമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നു. വിവിധ ഘടകകക്ഷികളുടെ UDF-ൻ്റെയും LDF-ൻ്റെയും ഘടകകക്ഷി നേതാക്കൾ ഈ സമരത്തിന് പിന്തുണയുമായി എത്തുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇന്നലെ CPI നേതാക്കൾ എത്തിയിരുന്ന CMP നേതാവ് CP ജോൺ എത്തുന്നു. സ്വാഭാവികമായും ഈ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഇരു മുന്നണികൾക്കും ഉണ്ട്, വരും ദിവസങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. തേക്കടി സന്ദർശനത്തിനെത്തിയ ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ കുമളിയിലെ കടയിൽ നിന്നും അപമാനിച്ചിറക്കി വിട്ടു. കശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് വിനോദസഞ്ചാരികൾക്ക് ദുരനുഭവം ഉണ്ടായത്. നാട്ടുകാരുടെ അവസരവുമായ ഇടപെടൽ മൂലം കശ്മീരി വ്യാപാരികൾ പിന്നീട് മാപ്പ് പറഞ്ഞു. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഇസ്രായേലി സ്വദേശികൾ തയ്യാറായിട്ടില്ല. സംഭവം വിവാദമായതോടെ കശ്മീരി വ്യാപാരികൾ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രിൻസ്, നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാകുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് തേക്കടിയിൽ സംഭവിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ, ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ ഒരു കടയിൽ നിന്നും ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അപമാനം സഹിച്ചുകൊണ്ടാണ് അവരോട് നിന്ന് മടങ്ങിപ്പോയെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഇതുവരെയും ഈ വിഷയത്തിൽ അധികൃതർക്കൊന്നും പരാതി നൽകിയിട്ടില്ലേ? തീർച്ചയായും വളരെയധികം അപമാനകരമായൊരു നടപടിയായിരുന്നു ഇന്നലെ കുമളിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നടന്നത്. കാശ്മീരി സ്വദേശികൾ നടത്തുന്ന വ്യാപാര സ്ഥാപനത്തിൽ ഇന്നലെ രാത്രിയിലാണ്
ഇസ്രയേലി സ്വദേശിയായ വനിത അടക്കമുള്ള സഞ്ചാരികൾ എത്തിയത്. ഇവർ ബേക്കറി അടക്കം കാൽച്ചൂർ ആഫീസ് ഇതിനിടെയാണ് ഷോപ്പിങ്ങിനായി ഈ വ്യാപാര സ്ഥാപനത്തിലേക്കൊക്കെ എത്തിയത്. ഇതിനിടെ ഈ വ്യാപാര സ്ഥാപനത്തിൽ എത്തി സാധനങ്ങളുടെയൊക്കെ വില ചോദിക്കുന്നതിനിടയിൽ ഈ യുവതിക്ക് ഒരു ഫോൺ വനിതയ്ക്ക് ഒരു ഫോൺ വരികയും ഇവർ ഹീബ്രു ഭാഷ സംസാരിക്കുകയുമായിരുന്നു. അപ്പോൾ ഈ കടയുടമസ്ഥ കടയിലെ വ്യാപാരി ഇവരോട് വിവരങ്ങൾ തിരക്കി ഇവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഇസ്രായേൽ സ്വദേശികളാണ്. ഇതോടെ നിങ്ങൾക്ക് ഈ കടയിൽ നിന്ന് സാധനങ്ങൾ നൽകത്തില്ല എന്ന് പറഞ്ഞ് ഇവർ കടയിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. അപ്പോൾ കടയിലെ വെളിച്ചമൊക്കെ അടച്ച് ഇവരെ കടയിൽ നിന്ന് നിർബന്ധപൂർവ്വം ഇറക്കി വിട്ടു എന്നാണ് ആരോപണം. തുടർന്ന് ഇവർ ഉടൻ തന്നെ ഇവർക്കൊപ്പം വന്ന ഇവരെ ഇവിടെ എത്തിച്ച ഡ്രൈവറോടും ഇവരുടെ സുഹൃത്തിനോടുമൊക്കെ വിവരങ്ങൾ ധരിപ്പിച്ചു. തുടർന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഇടപെടുകയും ഈ വിഷയത്തിൽ ഉടൻ തന്നെ കടയുടെ സ്ഥാപന നടത്തിപ്പുകാരുമായി നാട്ടുകാർ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയം നാട്ടുകാർ ചോദിച്ചതോടെ വിഷയത്തിൽ സംഭവം അടിയന്തരമായി ഇടപെടുകയും അവർ തന്നെ മാപ്പ് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും വലിയ ഒരു നാണക്കേടാണ് നിലവിലുണ്ടായത്. വലിയ തോതിൽ ഇവർ ഈ പ്രശ്നത്തിൽ സഞ്ചാരികളുള്ള അടക്കമുള്ളവർ എത്തിയ ഒരു സംഭവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വലിയ ഖേദകരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ഇടുക്കിയിലെ ടൂറിസം മേഖലയൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് കട ഇവർ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്ന് ഭയന്നാണോ കട ഈ സ്ഥാപനം പൂട്ടിയിരിക്കുന്നത്? അതോ ഏതെങ്കിലും രീതിയിലുള്ള നിർദ്ദേശം കട ഇന്ന് തുറക്കരുതെന്നുള്ള നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തുനിന്ന് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും വലിയ തോതിലുള്ള ഒരു വിമർശനം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കാരണം നാട്ടുകാരുടെ ഒരു അവസരോചിതമായ ഇടപെടൽ, ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ആ പ്രശ്നം അപ്പോൾ പരിഹരിക്കാൻ സാധിച്ചത്. ഒപ്പം അവർ മാപ്പ് അപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ ഇത് വലിയ തോതിൽ ഖേദകരമായ നാണക്കേടുണ്ടാകുന്ന സംഭവം തന്നെയാണ്. അത് വലിയ തോതിൽ അമർഷത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തേക്കടിയടക്കം വിവിധ പ്രദേശങ്ങളിലൊക്കെ ടൂറിസം മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരിടയ്ക്ക് വലിയ അമർഷം ഇടയാക്കിയിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമൊക്കെ നാട്ടുകാരും വ്യാപാരികളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ സ്ഥാപനം അടച്ചിടാൻ നിർബന്ധിതരായിരിക്കുന്നത്. എന്നാലും ഇന്ന് നിലവിൽ സ്ഥാപനം തുറന്നിട്ടില്ല. നിലവിൽ ഏജൻസിയൊക്കെ ഇത്തരത്തിലുള്ള വിശദീകരണം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ കടകൾ അടച്ചിരിക്കുന്നത്. എന്തായാലും കാശ്മീരിൽ നിന്നെത്തിയ കാശ്മീർ സ്വദേശികളായ വ്യാപാരികളുടെ സ്ഥാപനത്തിൽ നിന്നാണ് സ്വദേശിയായ അടക്കമുള്ളവർക്ക് ഒരു ദുരനുഭവം നേരിട്ടത് കേട്ടോ. ഈ ഇസ്രായേൽ സ്വദേശികൾ ഈ വിനോദസഞ്ചാരികൾ അവിടെ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ടോ? അവർ ഈ വിഷയത്തിൽ എന്താണ് മറുപടി പറയുന്നത്? അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ അതോ ഈ വിഷയത്തിൽ അവർ കാര്യമായി എടുക്കുന്നില്ലേ? അവർ ഇസ്രായേൽ സ്വദേശികളായ വലിയ അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും നാട്ടുകാരുടെ അവസരമായിട്ട് ഇടപെടാൻ അപ്പോൾ തന്നെ ഈ വിഷയം അപ്പോൾ തന്നെ നാട്ടുകാർ ഇടപെട്ടു, ഡ്രൈവർ ഇടപെട്ട് ഈ വിവരങ്ങൾ ഇവരോട് ചോദിക്കും, മാപ്പ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ കുമളിയിലെ മർച്ചന്റ് അസോസിയേഷനും വിഷയത്തിൽ ഇടപെട്ടു. അതുകൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ട് നേരിട്ടെങ്കിൽ പോലും ഈ നാട്ടുകാരുടെ അവസരമായ കൃത്യമായ ഒരു ഇടപെടൽ കൊണ്ട് അവർക്കൊരു സമാധാനം ഉണ്ടാകുകയും മാപ്പ് അപേക്ഷ ഉണ്ടായതോടെയാണ് ഇവർ പരാതി എന്ന ഒരു നിലയിലേക്ക് പോകാതെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ അവർ പരാതി സമർപ്പിച്ചിട്ടില്ല. എന്തായാലും നാട്ടുകാരുടെ ഡ്രൈവർ അടക്കമുള്ളവരുടെ മർച്ചന്റ് അസോസിയേഷനിലേക്ക് ഒരു കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി. അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ അവർക്ക് അവരിൽ മാപ്പ് ചോദിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത് കൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് മാറാതിരുന്നത്. വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തേക്കടി സന്ദർശിക്കാനെത്തിയ ഇസ്രായേൽ സ്വദേശികൾക്കാണ് അപമാനകരമായ സംഭവമുണ്ടായത്. കുമളിയിലെ കടയിൽ നിന്നും കശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് ഇസ്രായേൽ സ്വദേശികളെ ഇറക്കി വിട്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.